ഫ്രണ്ട്സ്, ഞാനാണ് ഭാവന. സ്മാർട്ട് കുക്കിയിലേക്ക് സ്വാഗതം. ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്നാണ്. ആദ്യത്തേത് നാച്ചുറൽ ഫുഡ്സും ഹെർബ്സും കുഴപ്പമില്ലാത്തവയാണെന്നാണ്. പക്ഷേ ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമേ അല്ല. ഇന്ത്യയിലുള്ള പലരുടെയും ധാരണ നാച്ചുറൽ ഫുഡ്സ് വേവിക്കാതെ പച്ചയായി കഴിക്കുന്നത് നല്ലതാണെന്നാണ്. അങ്ങനെ ചെയ്താൽ അതിലുള്ള മൂല്യങ്ങൾ നഷ്ടമാവില്ലെന്ന് അവർ കരുതുന്നു. അതെന്ത് തരത്തിലുള്ളതാണെന്നറിയാതെ അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. ഒരു കാലത്ത് കാവ ട്രീറ്റ്മെന്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ലിവർ രോഗങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നതായി സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹെർബ്സ് ശരിയായ അളവിലും ശരിയായ രീതിയിലും ഉപയോഗിച്ചില്ലെങ്കിൽ അവ അപകടത്തിന് കാരണമായി തീരുന്നു. രണ്ടാമത്തെ അന്ധവിശ്വാസം കൊഴുപ്പ് കഴിച്ചാൽ നമുക്ക് വണ്ണം കൂടുമെന്നാണ്. കൊഴുപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര പേടിയാ, എസ്പെഷ്യലി ഡയറ്റിംഗ് ചെയ്യുന്നത് ആരാണോ അവർക്കൊക്കെ. എന്നാൽ എല്ലാ കൊഴുപ്പും അപകടകാരികളാണെന്നില്ല. ഇൻഫാക്ട് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള കൊഴുപ്പ് നമുക്ക് നല്ലതാണെന്നാണ്. ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ ശരീരം ഹെൽത്തിയായി സൂക്ഷിക്കുവാൻ എപ്പോഴും വളരെ നല്ലതാണ്. അമിതവണ്ണം ഇല്ലാതെ ഇരിക്കുവാനും ഇത് വളരെയധികം സഹായിക്കുന്നു. എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ല. മൂന്നാമത്തെ അന്ധവിശ്വാസം മത്സ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പാല് കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിരവധി പേർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് അസുഖമുണ്ടാകുമെന്നും ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് സയന്റിഫിക്കലായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഏറ്റവും അതിശയമുള്ള ഒരു കാര്യം, പാലും മീനും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരുപാട് മിൽക്ക് പ്രോഡക്ട്സ് മാർക്കറ്റിൽ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നാലാമത്തെ വിശ്വാസം വൈകുന്നേരം 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ തടി വെക്കുമെന്നുള്ളതാണ്. മെയിനായി നോക്കേണ്ടത് നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് എന്താണെന്നുമാണ് നോക്കേണ്ടത്, അല്ലാതെ സമയമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴാ അന്ധവിശ്വാസങ്ങൾ മാറിയില്ലേ? ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുവാൻ ഈ ഷോ ഉപകരിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നിങ്ങളെ വീണ്ടും കാണാം സ്മാർട്ട് കുക്കിയുടെ മറ്റൊരു എപ്പിസോഡിൽ.